നമസ്കാരം, ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കോട്ടള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടള്ളിയിലെ ഷീബ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഷീബ ചേച്ചിയുടെ ഹസ്ബൻഡ് അനിൽ ബേബി ചേട്ടന് ഒരു ടാസ്ക് കൊടുക്കണം. അതാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്ന ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിങ്ങൾക്കും കാണിച്ചു തരാം. എനിവേ ഫോളോ മീ. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യേ? ചേട്ടാ ഹലോ, നമസ്കാരം. അങ്ങനെ ഷീബ ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ചേച്ചി, ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ വരുന്നത് ഒരു സർപ്രൈസ് ആയിട്ട്. ചേട്ടൻ ഇപ്പോഴും ഇവന് എന്താന്ന് പറഞ്ഞ് ഞെട്ടിയിരിപ്പുണ്ട്. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. അത് ശരി. മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ? അത് പ്രൈവറ്റ് കോളേജിൽ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തു. ഏത് സബ്ജക്റ്റ് ആയിരുന്നു? എക്കണോമിക്സ്, ഇംഗ്ലീഷ്. ഓഹോ, അപ്പൊ വീട്ടിലും എക്കണോമിക്കൽ കാര്യങ്ങളൊക്കെ ചേച്ചി അടിപൊളിയായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചേട്ടന് ആക്ച്വലി അനിലേട്ടനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ചാനലിലൂടെ. എന്തായാലും നേരിട്ട് കാണാൻ സാധിച്ചതിൽ സന്തോഷം. ചേട്ടാ, ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അത് പിന്നെ ഞങ്ങൾ പൊട്ടിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ചേട്ടനെ പരിചയം ഇല്ലാത്തത് കുറവായിരിക്കും. ഒരുപാട് ഷോകളിലൂടെയൊക്കെ എല്ലാവരും കണ്ടു കാണും. മിമിക്രി കലാകാരനാണ്. ചേട്ടൻ തന്നെ പറയും എന്തൊക്കെയാണ് ചേട്ടന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളത്? ഞാന് ഒരുപാട് ട്രൂപ്പുകളിലൊക്കെ വർക്ക് ചെയ്ത കൊച്ചിൻ ഗിന്നസ് പ്രസാദേട്ടൻ്റെ, പിന്നെ ഞാനിവിടെ കാലിക്കറ്റ് V4U, പിന്നെ സൂപ്പർ ജോക്സ്, കാലിക്കറ്റ് സ്പോട്ട് ലൈൻ, അങ്ങനെ കുറേ ട്രൂപ്പുകളിലൂടെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇപ്പോൾ ഞാനും ഹരീഷ് കണാരനും നിർമ്മൽ പാലാഴി, ദേവരാജൻ, മഹേഷ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് പ്രോഗ്രാം ചെയ്തു പോകുന്നു. പിന്നെ കുറേ വിദേശ ലാലേട്ടൻ്റെ കൂടെയൊക്കെ ഓസ്ട്രേലിയ പ്രോഗ്രാമൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. മോഹൻലാലും ഞാനും മറ്റേ MG ശ്രീകുമാർ കൂടെ ഒരു ഹരീഷിൻ്റെ പ്രോഗ്രാമായിരുന്നു. പക്ഷെ അന്ന് ഹരീഷിന് വരാൻ പറ്റിയില്ല. ഇനിയിപ്പം ഞങ്ങൾ അടുത്ത മാസം ഞാനും ഹരീഷും കൂടി നിർമ്മലും കൂടി ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട്. ഫുൾ ബിസിയാണ്, ഓട്ടമാണ്. ചേച്ചി കൊണ്ടുപോകാറുണ്ട് ഓസ്ട്രേലിയയിലൊക്കെ ഒരുപാട് താരങ്ങളൊക്കെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പറഞ്ഞിട്ട് ചോദിച്ചിട്ടില്ലേ ചേച്ചി വരെ എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഇല്ല, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. ചേട്ടനായിട്ട് കൊണ്ടുപോകാനും നിന്നിട്ടുമില്ല. അതില് അവരല്ലേ സ്പോൺസേഴ്സ്. യെസ്, ഓക്കെ. അപ്പൊ പിന്നെ വീട്ടില് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ മൊത്തം നിങ്ങൾക്കിപ്പോ കാണുന്നത് ഫുൾ ട്രോഫിയാ. അതിനകത്തൊരു വലിയ സാധനം ഇരിപ്പുണ്ട്, ട്രോഫി. ഒരുപാട് ജിമ്മന്മാരെ ഫോട്ടോസ് ട്രോഫീസ് വേറെ ഉണ്ട്. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഈ ട്രോഫീസ് ഒക്കെ ആരുടെയാണ്? ട്രോഫി എന്റേതല്ല, ഞാൻ ഏതായാലും ജിമ്മല്ല. അപ്പൊ മകനാണ്. മകന്റെ ഓരോ വർഷത്തെ ഓരോ മെഡലുകളാണ്. മിസ്റ്റർ കേരളയാണ്, മിസ്റ്റർ സൗത്ത് ഇന്ത്യയാണ്, മിസ്റ്റർ കാലിക്കറ്റ് ആണ്. പേര് മകന്റെ? ലക്ഷ്മൺ. ലക്ഷ്മൺ. പിന്നെ മോളുണ്ട്, മോള് പാർവതി. മോള് ഇവിടെയല്ല, ചെന്നൈയിൽ അടയാർ കലാക്ഷേത്രയിൽ നൃത്തം പഠിക്കുകയാണ്, ഭരതനാട്യം. കലാപരമായിട്ട് അച്ഛന്റെ കംപ്ലീറ്റ് അങ്ങോട്ടാണ് പോയേക്കുന്നത്. ചേച്ചിക്ക് കലാപരമായിട്ട് എന്തൊക്കെ കഴിവുണ്ട്? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഴിവില്ല. ചേട്ടൻ കാണിക്കുന്ന മിമിക്രികളിൽ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആരുടെ ശബ്ദമാവും? മമ്മൂക്കാടെ സൗണ്ട്. ചേട്ടാ, അപ്പൊ നമ്മുടെ സൂര്യ കോമഡി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മമ്മൂക്കാടെ സൗണ്ട് അത് ഓക്ക് പേഴ്സണൽ ആയിട്ട് എടുത്തു കൊടുക്കണം. പക്ഷെ നാട്ടുകാർക്ക് അതെന്താ? അത് ഭാര്യമാർക്ക് ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാന്ന് അറിയുള്ളൂ. പക്ഷെ നാട്ടുകാർ പറയുന്നത് എന്ന് ചേട്ടന് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നാട്ടുകാരെ ഓക്കെ കൈയടിക്കുന്ന ഒരു സാധനം പറയാം. നരേന്ദ്രപ്രസാദിന്റെ ശബ്ദം. മീരയെ കുറിച്ചുള്ള ആർട്ടിക്കൽ മനോഹരമായി. arrogant, brutal, upblooded, upcoming dawn, with invisible for behind my political mass again, ധിക്കാരിയും വ്യക്തദാഹിയുമായ പ്രമാണി. അനവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ അദൃശ്യ കണ്ണി. ഈ കീടങ്ങളെല്ലാം എനിക്ക് നന്നായി ചേരുമല്ലേ? എല്ലാം ദൈവനിശ്ചയം. ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ചേട്ടന് ചെറിയൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ പ്രൈസ്? ആ ഒരു പ്രൈസ് ചേച്ചി, ആ പ്രൈസ് എന്ത് പ്രൈസ് കൊടുക്കാം നമുക്ക്? എന്താപ്പം കൊടുക്കുക? ഇന്ന് ഒരു കറി വെക്കട്ടെ. കറി വെക്കാം. ചേട്ടൻ എന്തുണ്ടാക്കി കാണാനാ ചേച്ചിക്ക് ഇഷ്ടം? അത് ചിക്കൻ കറി ആയിക്കോട്ടെ. ചിക്കൻ കറി. ചിക്കൻ കറി ആകുമ്പോൾ നല്ലത്. ഞാനും കാലിക്കറ്റ് ചിക്കൻ കറി കഴിച്ചിട്ട് കുറെ നാളായി. കാലിക്കറ്റിനെ മിക്കവാറും പറയിപ്പിക്കും ഞാൻ. അറിയാമോ? കുക്ക് ചെയ്തിട്ടുണ്ടോ?
കുക്ക് ചെയ്യാറുണ്ട്. അത്യാവശ്യം എന്നെ സഹായിക്കും. സഹായിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തിനെങ്കിലും അമ്മേനെ കാണാനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ എന്തെങ്കിലും എടുക്കാൻ പറ്റില്ലല്ലോ. അടികൂടും. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടൻ ചിക്കൻ കറി ഫിക്സ് ചെയ്തു. അതെ. അപ്പൊ ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് ശരി. ഓക്കെ. ചിക്കൻ കറി ഒക്കെ റെഡി ആയി സെറ്റ് ആയിട്ട് ചേച്ചിനെ വിളിക്കാം. ചേച്ചി വന്ന് അത് ടേസ്റ്റ് ചെയ്ത് മാർക്ക് ഇടണം. ഓക്കെ. ഓക്കെ ചേട്ടാ, നമുക്ക് വിട്ടാലോ? മിക്കവാറും ഒന്ന് ഡിവൈസ് ആവാഞ്ഞാ മതി. എന്റെ ചിക്കൻ കറി കൂട്ടിയിട്ടുള്ള ഓക്കെ. ഓക്കെ അനിലേട്ടാ, നമ്മുടെ തട്ടകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒക്കെ ചേട്ടന്റെ കയ്യിലാണ്. അതെ. അറിയോ എന്തെങ്കിലുമൊക്കെ? കയ്യിൽ നിന്ന് പോവാഞ്ഞാ മതി. എവിടുന്ന് തുടങ്ങണോന്ന് അറിയോ? അതെ, അത് തുടങ്ങാം. എന്തൊക്കെ വേണം നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ടും? അത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ, ഉപ്പ്, മഞ്ഞൾ, പിന്നെ മല്ലി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കളി. വെജിറ്റബിൾസ് ഏതെങ്കിലും എടുത്ത് വെക്കണോ? ഏതൊക്കെയാണ്? ഒക്കെ ഇവിടെ ഫ്രിഡ്ജിലുണ്ടാവും. ഫ്രിഡ്ജിലുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ ആരംഭിക്കുന്നു. ഓക്കെ ചേട്ടാ, തുടങ്ങിക്കോളൂ. തുടങ്ങല്ലേ? തക്കാളി, പച്ചമുളക്. അതൊന്നും ഇങ്ങോട്ട് ആദ്യം അരിയാ. ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകാൻ പറ്റും. കൈ സൂക്ഷിക്കണേ. അതൊന്നും പ്രശ്നമില്ല. സ്ഥിരമായിട്ട് അടുക്കളപ്പണി എടുക്കുന്ന ആളാണെന്നും വിചാരിക്കരുത്. പച്ചമുളകാണ്. നല്ല എരിവുണ്ടാവട്ടെ. എരിവുണ്ടാവട്ടെ. കോഴിക്കോടുകാർക്ക് സാധാരണ കോഴിക്കോട് ബിരിയാണിയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. കോഴിക്കോടുകാർക്ക് ആക്ച്വലി കോഴിക്കോടിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കോഴിക്കോട്ടുകാരെ ഏറ്റവും ഭയങ്കര സാധനം മീനാണ്. മീൻ കറി, ചോറ്, പിന്നെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പുറമേയുള്ള ആളുകളാണ് കൂടുതൽ ബിരിയാണി കഴിക്കുക. കോഴിക്കോട്ടുകാർ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്. പക്ഷെ കഴിക്കലൊക്കെ നിങ്ങളെ ഭാഗത്തുള്ള എറണാകുളം കുറേ ആളുകളൊക്കെ വന്നിട്ടാണ് ബിരിയാണി. പിന്നെ നമ്മളെ അലുവ, കായർത്ത്, കല്ലുമ്മക്കായ, 3 പച്ചമുളക്, 1 തക്കാളി, പിന്നെ 1 സവാള. അത് നമ്മൾ ഇട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇത് വെച്ചിട്ട് വാട്ടണം. കഴുകി വെച്ചതാണ്. എന്നാലും ഒന്നും കൂടി നമുക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. നാടനാണോ? നാടനല്ല. നാടൻ ചിക്കൻ. നാടനല്ല, മറ്റേ ലഗോൺ. കോഴിക്കോടിന്റെ സ്പെഷ്യൽ ആണ് ലഗോൺ ചിക്കൻ എന്ന് പറയുന്നത്. ലഗോൺ ബിരിയാണിയാണ് എപ്പോഴും ഫേമസ് ആയിട്ടുള്ളത്. എന്താ കട്ടിയാ? വെപ്രാളത്തിലെ സമയം എടുത്ത് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് തീർക്കണം എന്നുള്ളതല്ല, ചേച്ചിയുടെ മനസ്സ് കവരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുറച്ച് ഒന്നും കൂടി പെട്ടെന്ന് വേവാൻ വേണ്ടിയില്ല നമുക്ക് ശകലം ഉപ്പ് എടുത്തുകൊണ്ട്. അപ്പൊ ഒന്ന് പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വേവും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തൊരു സാധനം ഉണ്ട്. പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടോ? അത് അടിച്ചു വെച്ചതാ. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, നോക്കണേ, പൊടി പാറ്റിയ മുളകും പൊടിയാണ്. ക്യാമറേൻ്റെ ആൾക്കാരൊക്കെ തുമ്പുണ്ട്. ചേച്ചി എരിഞ്ഞൊരു വിധാവുന്ന കൊണ്ടുവന്നിട്ടാ. നോക്കണ്ട. ഇനി ഇത് ഒന്ന് ഇതാക്കി കഴിഞ്ഞ് ഇതിലേക്ക് ഇടും. ഇത് ഒന്ന് ഏതാക്കി കഴിഞ്ഞ് ഏതിലേക്ക് മിക്സ് ചെയ്ത സാധനങ്ങളുണ്ടല്ലോ, അത് ഓഫ് ചെയ്തിട്ട് ഈ കുക്കറിലേക്ക്. മറ്റെന്താ വെച്ചാല് ലഗോൺ അല്ലേ, അത് ഇതിൽ വേവിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഓക്കെ.
ഇത് ഇവിടെ കേട്ടെ. ഇനിയാണ് പരിപാടി. ഓക്കെ, ഇനി 2 ചില്ലി കറിവേപ്പില അങ്ങോട്ട് ഇടുക. ചേട്ടനൊരു എരിവ് പ്രിയനാണല്ലേ? അത് എരിവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചിക്കനും മസാല ഒക്കെ ഇട്ട് സെറ്റ്. നമുക്ക് എത്ര വിസിൽ വേണ്ടി വരും? ഇതിന് ലഗോൺ ആയിക്കോട്ടെ ഒരു 7 വിസിലെങ്കിലും 7 വിസിലാ വേണ്ടി വരും. മറ്റേതാകുമ്പോൾ 2 ചില്ലറ വിസിൽ മതി. ആ സമയത്ത് നമുക്ക് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ചേട്ടന്റെ കഥ, പഴയ കാലത്തെ കഥകളൊക്കെ കേക്കട്ടെ. പഴയ കാല കഥകളില്ല. ഞാനൊരു 40 വർഷത്തിന്റെ അടുത്തായി ഇപ്പൊ ഏകദേശം മിമിക്രി ഫീൽഡിൽ. ശരി. പിന്നെ പറഞ്ഞല്ലോ സിനിമകളൊക്കെ ചെയ്തു. വേറെ എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. കല മാത്രമായിരുന്നു, കല കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, പണ്ടത്തെ നമ്മളുടെ ഒരു ഗുരുനാഥുണ്ട്, KS രാജൻ, കോഴിക്കോട് അറിയപ്പെടുന്ന വലിയ, ഞാൻ ഗുരുതുല്യനായി ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മിമിക്രിയിലൂടെയാണ് എനിക്ക് ഈ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ്, ആഗ്രഹം. കാരണം അയാളുടെ ഒരുപാട് ട്രെയിൻ അങ്ങോട്ട് പോകുന്നതും ട്രെയിൻ പാലത്തു കൂടെ പോകുന്നതും ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്നതും ഒക്കെ സൗണ്ടുകൾ മനോഹരമായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആണ് എൻ്റെ ഇൻസ്പിറേഷൻ. ചേട്ടൻ ആദ്യമായിട്ട് അനുകരിച്ച ശബ്ദം എന്തായിരുന്നു? ആദ്യമായിട്ട് അനുകരിച്ച ശബ്ദം എന്ന് പറഞ്ഞാൽ പപ്പു ചേട്ടൻ്റെ, നമ്മുടെ കോഴിക്കോട്ടുകാരനായ പപ്പു ചേട്ടൻ്റെ ആലമൂടൻ, പഴയ നടൻ, അങ്ങനെ കുറെ ആളുകൾ. മറ്റേ താമരശ്ശേരി സ്വരം അതായിരുന്നു. കാരണം ഒരിടയ്ക്ക് മൊത്തം മിമിക്രി കലാകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പപ്പേട്ടൻ്റെ വേറൊരു സംഭവം, അതായത് കോമൺ ആയിട്ട് പറയുന്നത് എന്താ, അപ്പം പറയുന്നത് ഡയലോഗാകും. അപ്പം മോനെ വിസിലടിക്കണം മോനെ, ഞാനേ ഈ മറ്റേ ഇറച്ചിയൊന്നും ഉണ്ടാക്കി പറ്റിയിട്ടില്ല, എൻ്റെ കെട്ടിയോളുണ്ടാക്കി തരാൻ ഞാൻ അക്കൂ കാസ്ക് പുള്ളിയുടെ. ഓരോ വിസിലിനും ഓരോ ആൾക്കാരെ സൗണ്ട് പിടിച്ചാൽ നമുക്ക് അത് പറ്റുമോ? ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പൊ നടന്മാരെ സൗണ്ട് എടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു. വിസിലടിച്ച് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാളെ ചിലപ്പോൾ ജഗതിയായി പോകും. ഓക്കെ, ഒന്നും കൂടി ആയിക്കോട്ടെ. എന്ന് വിചാരിക്കണം. എന്താണ് ഇതിന്റെ അവസ്ഥ? അത് ആ വിസിലൊക്കെ കഴിഞ്ഞല്ലോ. വിസിൽ കഴിഞ്ഞു. ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ഉഷാറാക്കി ലേശം ഒന്ന് വേണമെങ്കിൽ ഒന്ന് പറ്റിക്കാം. ചെറുങ്ങനെ വേണ്ട ആവശ്യമില്ല. ലേശം ഗരം മസാല എന്ന് പറഞ്ഞ സാധനം. പിന്നെ അത്ര ഇതാക്കിയില്ല. പത്തിരിക്ക് കൂട്ടാൻ വേണ്ടി കറി വേണ്ടേ, അപ്പം അതിനുള്ള ലെവലിലാണ് ആക്കിയത്. പത്തില്ലേ? ആ, വെള്ളം കൂടിപ്പോയതല്ലേ? അല്ല, വെള്ളം കൂടിയല്ല, മനപ്പൂർവ്വം വെള്ളം ഒഴിച്ചാണ്. അല്ല, വെള്ളം എന്തായാലും ലേശം കൂടണം. വറ്റിച്ച് കഴിഞ്ഞാൽ പത്തിരി കൂട്ടാൻ പറ്റില്ല. ഇറച്ചീൻ്റെ കാര്യത്തിലേക്ക് പേടിയുള്ളൂ. എന്താണ്, വെന്തിട്ടുണ്ടോ? ആ, അത് വേഗം. മറ്റേതാണ് ഈ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലോ. കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? കൂട്ടി നോക്കിയാലോ അറിയാം. അപ്പം അങ്ങനെ അതായി, കറിയായി. ഓക്കെ, അങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ച് കറിയാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് മേശപ്പുറത്ത് പ്ലേറ്റും പത്തിരിയൊക്കെ ആയിട്ട് നേരത്തെ ഓളം കൂടെ വിളിക്കാം. ഓക്കെ, പെണ്ണാണോ വന്ന അവസ്ഥയപ്പോ ഞാൻ അവിടെ ഇരിക്കാം. ചേച്ചി കുറെ നേരമായോ കാത്തിരിക്കുന്നു? അതെ അതെ, കുറെ നേരം. ഐശ്വര്യമായിട്ട് പ്ലേറ്റും കുടിച്ചാലും ചേച്ചി ഇവിടെ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അതെ അതെ, പത്തിരി റെഡിയാണ്, ചിക്കൻ കറിയും റെഡിയാണ്. ചേച്ചി റെഡിയാണോ ടേസ്റ്റ് നോക്കാൻ? ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണോ പേടിയാണോ? രണ്ടും ഉണ്ട്. പക്ഷെ നോക്കല്ലേ, വിശ്വാസമില്ല കേട്ടോ, പേടിച്ചിട്ടിരിക്കുകയാണ്. കറക്റ്റ് പറയണേ. കറക്റ്റ് പറയാം.
ഭർത്താവെന്ന് വെച്ചാൽ നന്നാക്കി പറയുന്നുണ്ട്. അതാണ് വേണ്ടത്. ഡ്യൂട്ടി മാറ്റിയാലോ ഓക്കേ ചേട്ടാ, ചേട്ടാ വിജയിച്ചിരിക്കുന്നു. സൂപ്പർന്ന്, അമ്മോ അടിപൊളി. അമ്മീൻ ഇത് ഞാൻ മാത്രം കഴിച്ചപ്പോ നിങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് കഴിച്ചു നോക്ക്. അപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഞാൻ 2 പ്ലേറ്റ് എടുത്ത് വരാം. ഓക്കെ. അവളെ കാര്യത്തിൽ പ്രശ്നമില്ല, എന്റെ കാര്യത്തിൽ ഇനിയിപ്പോ ഇത് തിന്നു കഴിഞ്ഞാൽ എന്താ. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നത് പ്രതീക്ഷയില്ല കേട്ടോ ചേച്ചി. ചേച്ചി മിമിക്രി വരെ ചില സമയത്ത് ശരിയാവുണ്ടെന്ന് പറയുമെന്ന് പറയുമല്ലോ. നോക്കണ്ട, ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുമായിരിക്കും ചിലപ്പോ ഇതിന്റെ ഒക്കെ റിസൾട്ട് ഇപ്പൊ ഇത് തിന്നു കഴിഞ്ഞാലാണ് എന്താന്നുള്ളത്. താങ്ക് യു. കഴിച്ചു നോക്കാം. നല്ല കറി. എനിക്കും ഈ ചിക്കൻ മുളകിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കടകളിൽ കിട്ടുന്ന ഒരു കറിയുണ്ട്. അതായത് നമ്മുടെ മീനിന്റെ മുളക് കറിയിൽ തന്നെ ചിക്കൻ ഇടുന്ന സാധനം. ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ, നൈസ്. ഞാൻ വിചാരിച്ച അത്ര എരിവില്ല കേട്ടോ, സാധനം കൊള്ളാം. അപ്പോ ഈ പ്രോഗ്രാമിന്റെ രീതി ആണെന്ന് വെച്ചാൽ ചേട്ടൻ അറിയണ്ടാവില്ല, ചേച്ചിക്ക് അറിയാം. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചേച്ചിയുടെ ചെറിയൊരു ഗെയിമിലേക്കാണ്. ആ ഗെയിം ചേച്ചി വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ഭക്ഷണമൊക്കെ മാറ്റി വെച്ച് നമ്മൾ കിടലൻ ഭക്ഷണം നല്ല അടിപൊളി റെസ്റ്റോറന്റ് പോയി കഴിക്കും. ഓക്കെ, അപ്പൊ അതിന് റെഡിയാണോ? റെഡിയാണ്. ചേച്ചിയുടെ ആരോടും സംശയം പേടിയുണ്ടാ? ഇല്ല ഇല്ല, അത് നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പത്തിരി ഇനി ഇല്ലേ? ഓ കുഴപ്പമില്ല, സേഫ് ആണ്. നെക്സ്റ്റ് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് കടക്കാം. അങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഗെയിം സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ചേച്ചി, ചേട്ടൻ അവിടെ നല്ല കിടലൻ ചിക്കൻ കറി ഉണ്ടാക്കി തന്നേട്ടാ. ചേച്ചിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണത്. ചേട്ടൻ വെല്ലുവിളിച്ചു, അതുപോലെ തന്നെ അത് വിജയിക്കുകയും ചെയ്തു. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? വിജയിക്കണം. ഓക്കെ, ഗെയിം എന്നെ ഒന്നും ശ്രദ്ധിക്കണല്ലോ ഫുൾ ടൈം. ഇത് എങ്ങനെ ഞാൻ ഇത് സെറ്റ്, എന്താണ് ഗെയിം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ ഇവിടെ ഒരു ബോളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു പാത്രം വെക്കുന്നു. ഇത് വെക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ 1, 2 ഇങ്ങനെ ബോട്ടിൽസ്, ഈ ഒരു 6 ബോട്ടിൽസും ഇങ്ങനെ കയറ്റി വെക്കണം. അത് ബാലൻസ് ചെയ്യണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ചേച്ചിക്ക്? മനസ്സിലായി. എനി ഡൗട്ട്? ഓക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 1 മിനിറ്റ് ആണ് ചേച്ചിയുടെ സമയം. 1 മിനിറ്റിനകത്ത് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ അട്ടേക്ക് വെച്ചിട്ട് ഒരു ബുർജ് ഖലീഫ പോലെ ഇരിക്കണം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? വേറെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റേ കൈ ബാക്കിൽ കെട്ടി വെക്കണം. സിമ്പിളാണ് ചേച്ചി. ഞാൻ അത് എന്തോരം പെട്ടത് ഇങ്ങനത്തെ ഒരു 12 എണ്ണം ഞാൻ അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ശരി. അപ്പൊ ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് പിടിക്കുക. ഇനി എന്തായാലും ഇനിയിപ്പോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 6 എണ്ണം വെക്കില്ല. നോ പ്രോബ്ലം ചേച്ചി. എന്തായാലും ചേച്ചി നന്നായിട്ട് ട്രൈ ചെയ്തു. ആക്ച്വലി ഈ ഗെയിം സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ചേച്ചി ടെൻഷനായിരുന്നു. കാരണം പ്രോഗ്രാം കണ്ടിട്ട് ഓരോരുത്തർക്കും കൊടുക്കുന്ന ടാസ്ക് ഇത് എനിക്ക് എന്തായിരിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹാപ്പി ആയോ? ടാസ്ക് എന്താണെന്ന് മനസ്സിലായോ? ഇനി മേലാലി പരിപാടിക്കില്ല എന്നാണോ, ഇനിയും ഞങ്ങൾ വിളിക്കുക എന്നാണോ പറയുന്നത്? അല്ലല്ല, ഇനിയും ചെയ്യും. അപ്പൊ ഇനിയും ഞങ്ങൾ ഇവിടെ വരണം. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്ത് ചെയ്യാം, മോനും മോൾക്കും മരുമോൾക്കും ഒക്കെ ഒരു പണി കൊടുക്കാം. ഓക്കെ, ശരി. അപ്പൊ ചേച്ചി ഈ ഒരു സെഗ്മെന്റിൽ തോറ്റു വരികയാണ്. പക്ഷെ കുഴപ്പമില്ല, ട്രീറ്റ് മാത്രമേ മിസ് ആയിട്ടുള്ളൂ. ബാക്കി ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടേ? അത് നമുക്ക് ഫുൾ ഫാമിലിനെ വിളിക്കണ്ടേ? ഓക്കെ, സോ ഈ ഒരു ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറിയിട്ട് നമുക്ക് ഗിഫ്റ്റ്സിലേക്ക് കിടക്കാം.
ഓക്കെ, എനിവേ അനിലേട്ടന്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ബ്രോ ഹായ്. ഞാൻ ഇവിടെ ട്രോഫി മൊത്തം കണ്ടായിരുന്നു. എത്ര വർഷം കൊണ്ട് നേടിയെടുത്താണ് ഇത്? 7 years ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നു, പിന്നെ 4 years കമ്പീറ്റ് ചെയ്യുന്നു. സോ 4 years സ്പാനിൽ ഉണ്ടാക്കിയെടുത്ത ട്രോഫീസ് ആണത്. ഓക്കെ, അച്ചീവ് ചെയ്തതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏതായിരിക്കും? അത് ഞാൻ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ക്ലാസിക് ഫിസിക് ചാമ്പ്യൻ ആണ്. അത് ശരി. ഏത് ഈ ലാസ്റ്റ് ഇയർ ആണോ? കഴിഞ്ഞ കൊല്ലം. ഓക്കെ, കഴിഞ്ഞ കൊല്ലം. എന്തൊക്കെയാണ് അപ്പൊ പരിപാടികൾ? ബാക്കി സ്വന്തമായിട്ട് ഫിറ്റ്നസ് ട്രെയിനിങ്? ഞാൻ ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനർ ആണ്. വേൾഡ് വൈഡ് ക്ലയൻസിനെ അവരുടെ ഫിറ്റ്നസ് ഗോളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കോച്ചാണ്. സോ ദാറ്റ്സ് മൈ ജോബ്. ഓക്കെ, സോ വൈഫ്? ഫിയാൻസി. ഓക്കെ, ഹായ്. എന്ത് ചെയ്യുന്നു പുള്ളിക്കാരി? പുള്ളിക്കാരി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, ദേവിക. സോ കല്യാണം സൂൺ. കല്യാണം സൂൺ. സോ നമ്മുടെ ഗിഫ്റ്റിലേക്ക് കടക്കാണ്. ആദ്യം തന്നെ ചേട്ടാ പിടിച്ചോ, രസായികയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. രസായിക രുചിയുടെ കല വാക്യൂം ഫ്രൈഡ് ഹെൽത്തി സ്നാക്സ്. ഡെന്റോ ക്ലിനിക് ഫോർ ക്ലിനിക്കൽ പെർഫെക്ഷൻ ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ്. ഇനി നിങ്ങൾക്ക് സൂര്യ കോമഡി, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ്. രണ്ടുപേർക്കും കൂടെ സൂര്യ കോമഡിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. ഹാപ്പി അല്ലേ ചേട്ടാ? ഹാപ്പി അല്ലേ? സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ പാർട്ട്ണർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അടുത്ത എപ്പിസോഡിലാണ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ.